കഴിക്കുമോനെ. വേണ്ട മോനെ, കുറച്ചുകൂടെ കഴിച്ചേ. ഇത്രയും കൂടി കഴിച്ച അച്ഛൻ ഐസ്ക്രീം മേടിച്ചു തരാം. കണ്ടോടി, എന്റെ മോൻ ഞാൻ പറഞ്ഞ കേക്കും. ഓ, ഒരച്ഛനും മോനും. കണ്ടോ, അമ്മയുടെ അസൂയുണ്ടോ? വേഗം കഴിക്കുമോനെ. ഞാൻ പോയി കളിച്ചോട്ടെ അമ്മേ. ഇത്രയും കൂടെ കഴിച്ചിട്ട് മോൻ കളിക്കാൻ പൊയ്ക്കോ. ക്ലാരേ, ക്ലാരേ, എന്തിനാ രാവിലെ കിടന്ന് കീറുന്നത്? അവൻ എണീറ്റില്ലേടി? ഞാൻ ചായം കൊണ്ട് പോയപ്പോ അവൻ പഠിച്ചോണ്ടിരിക്കുക. പിന്നെ അവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അതിനാ റൂമിൽ പോയി നോക്ക് മോൻ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. ഒരു വേലക്കാരിയെ വെക്കാൻ പറഞ്ഞിട്ട് നാളെ കുറെ ആയി. ഇവിടുത്തെ മനുഷ്യനൊന്നും നേരമില്ല. സദാ നേരവും മോന്റെ പഠിത്ത കാര്യം മാത്രം നോക്കിയാൽ മതി. അതേടി, എനിക്ക് അവന്റെ പഠിത്ത കാര്യം മാത്രം നോക്കിയേ പറ്റൂ. അവനെ പഠിപ്പിക്കണം. ആര്? അവനോ? നല്ലതുപോലെ പഠിക്കും. ഇന്നലെ അവന്റെ ടീച്ചറിനെ കണ്ടു ഞാൻ. മോനെ, ക്ലാസ്സിൽ നിന്ന് ഉറക്കോ ജോലി? 2 എണ്ണം കൊടുക്കാൻ പറയാത്തത് അതോടെ അവന്റെ ഉറക്കമല്ല തീരും. പഠിക്കാൻ പറയുമ്പോൾ ടിവിയിൽ കാർട്ടൂൺ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഇതാ ജോലി. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവന്. നിങ്ങൾ അച്ഛനായി മോനായി എനിക്കൊന്നും അറിയത്തില്ല. ജെറിൻ, ആവശ്യത്തിന് ആഹാരം, ധരിക്കാൻ പുതിയ വസ്ത്രങ്ങൾ. പഠിക്കുമ്പോ മാത്രം നീ എന്താടാ ഇങ്ങനെ? നിന്റെ ഒരു ഉറക്കം. നീ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്താടാ നിന്റെ നാ ഉറങ്ങിപ്പോയോ? പറയടാ, നിനക്കെന്ത് കുറവാ ഇവിടെ ഉള്ളത്? തെരുവ് തണ്ടുകൾ പോലും എത്രയോ നന്നായിട്ട് പഠിക്കുന്നു. വീട്ടിലും ക്ലാസ്സിലും നിന്റെ ജോലി ഉറക്കം. നാശം. മതി മതി അവന് ശകാരിച്ചത്. അവന്റെ തലയിൽ ഒന്നും കേറത്തില്ല. നീയാ ഇവനെ എങ്ങനെ ആക്കിയത്? ദാ നോക്ക്, മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും. ദിവസവും അച്ഛന്റെ കയ്യിൽ നിന്ന് 2 കിട്ടാതെ അടങ്ങില്ല അല്ലേ? അതിന്റെ കുറ്റം മുഴുവൻ എനിക്കും. ഫ്രഷ് ആയിട്ട് വാ, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. സ്കൂള് കഴിഞ്ഞാ നീ നേരെ വീട്ടിലെത്തിക്കണം. വഴിയിലെങ്ങാനും കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞ നീ നല്ല തല്ല് പേടിക്കും. നില്ലടാ അവിടെ. നീ സ്കൂളിൽ പഠിക്കാനല്ലേ പോകുന്നത്? പഠിക്കാൻ പറയുമ്പോ നിനക്ക് ഉറക്കം. ഇപ്പൊ മാർക്ക് വാങ്ങി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? തൊലി ഉരിഞ്ഞു പോയി. ടീച്ചർ ചോദിക്കുക മോന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ലേന്ന്. അതെങ്ങനെ? ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? മോനും വിചാരിക്കണ്ടേ പഠിക്കണോന്ന്? എന്തായാലും അനുഭവിച്ചല്ലേ പറ്റൂ. നിന്നെ ഞാൻ നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടാ പറ്റില്ല. നിനക്കൊക്കെ ആഹാരം തരുന്നതിനേക്കാൾ പട്ടിക്ക് കൊടുത്താ ആ നന്ദിയോടെ കുരയ്ക്കെങ്കിലും ചെയ്യും. പോടാ. ഒന്നും തിന്നാൻ കൊടുക്കരുത്. ഒന്ന് മാറുന്നില്ല ചെറുക്ക. और वो तूफान खड़ा करते जिससे ये घर कभी ऊपर ही ना पाए. पता नहीं मंजू जी आप किस तूफान की बात कर रही हैं? എന്താടാ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? വിശക്കുന്നു പപ്പ. എടാ, ജീവിക്കാൻ വേണ്ടി തിന്നണം, അല്ല തിന്നാൻ വേണ്ടി ജീവിക്കരുത്. ഒന്ന് ചുമ്മാ തിരി മനുഷ്യ. എപ്പോഴും അവനെങ്ങനെ കുറ്റപ്പെടുത്താതെ. അവന് വിശക്കുന്നത് കൊണ്ടല്ലേ. നീ വാ, അമ്മ ചോറ് തരാം. ആ, കഴിച്ചിട്ട് പോരുന്ന് പഠിക്കാൻ നോക്ക്. അമ്മേ, അമ്മേ, എന്തിനാ ചെറുക്ക രാവിലെ കിടന്ന് കീറുന്നത്? 10-17 വയസ്സായില്ലേ? നിനക്കെടുത്ത് കഴിച്ചൂടെ? ഇനി ഞാൻ തന്നെ എടുത്തു തരണോ? 2 കൈയേ ഉള്ളൂ എനിക്ക്. എന്നാ പിന്നെ 2 കൈകൾ കൂടി നീ ആരോടെങ്കിലും കടം വാങ്ങാത്തത്? ഫൈനൽ എക്സാമിനേഷൻ ആകാറായി. +2 അത് ഓർമ്മ വേണം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? ഉവ്വ് പപ്പ. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം. SLCക്ക് മാർക്ക് കുറവായിരുന്നു.
അതിനി ആവർത്തിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തിരിച്ചിനി ഇങ്ങോട്ട് വരരുത്. അതുവഴി എങ്ങോട്ടെങ്കിലും പൊക്കോളണം. എന്തുവാടേ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എവിടെ നിന്നാണ് ഇത്രയും കാശ്? ഓ, എന്റെ ഒരു അങ്കിള് തന്നതാ. അങ്കിളോ? ഏതെങ്കിൾ? അങ്കിൾ എന്തിനാ ഇത്രയും കാശ് തന്നത്? സത്യം പറയടാ, എവിടെന്നാ ഈ പണം? അതൊക്കെ പറയാം, നീ വാ. എങ്ങോട്ട്? ഇന്ന് എന്റെ വക ചെലവ്. നിനക്ക് എന്ത് വേണമെന്ന് പറ, ഞാൻ വാങ്ങിത്തരാം. വാ. ഇത് നമ്മുടെ സ്ഥിരം സങ്കേതമല്ലേ. ഞാനിവിടെ ആദ്യമാ. ചേട്ടോ, 2 ഓറഞ്ച് ജ്യൂസ്. നീ ഇരിടാ. കയ്യിൽ കാശില്ലാതെ ജീവിക്കാൻ പറ്റില്ല അളിയാ. അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ കാശ് വേണം. ശരിയാടാ, കാശില്ലാത്തവൻ ശവത്തിന് തുല്യ. നിനക്ക് വീട്ടിൽ നിന്ന് കാശ് കിട്ടത്തില്ലേ? ഓ പിന്നെ, ഓടി അങ്ങ് പോയാ മതി. ഒന്ന് പോടെ. 1 രൂപ തന്നാലും അതിന് 100 ചോദ്യങ്ങളാ. എന്തിനാ ഏതിനാന്നൊക്കെ. നീ എന്താ അവരുടെ മകനല്ലേ? നിനക്ക് കാശ് തരാതെ പിന്നെ ആർക്ക് കൊടുക്കാനാ? ആർക്കറിയാം. എനിക്കും വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. എന്നിട്ടാണോ നീ എന്നെ കളിയാക്കുന്നത്? പക്ഷേ ഞാൻ എന്താ ചെയ്തത് നിനക്കറിയാവോ? എന്താടാ? ഞാൻ മോഷ്ടിച്ചു. മോഷ്ടിച്ചോ? അതേന്ന്. കാശിന് ആവശ്യം വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനത് എണ്ണാനൊന്നും പോയില്ല. 10,000-10,000 രൂപ വരും. 10,000 രൂപയോ? എന്താ, ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ നീ 10,000 എന്ന വാക്ക്? മോഷ്ടിച്ച എനിക്ക് പേടിയില്ല, അത് കേട്ട നിനക്കാ പേടി. നിന്റെ വീട്ടിലറിഞ്ഞാൽ? ഓ പിന്നെ, അവിടെ അറിയാൻ പോവല്ലേ. ഓ, നിന്നെ സമ്മതിച്ചു. കണ്ടോ അളിയാ, പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല. ഈ ലോകത്തുള്ളതെന്തും ഈ നോട്ടുകെട്ടുകൾക്ക് താഴെയാ. മണ്ണും പെണ്ണും എന്തും ഈ നോട്ടുകൾ ഉണ്ടെങ്കിൽ സ്വന്തം. എന്നെങ്കിലും നിന്റെ പപ്പയറിഞ്ഞ? അറിഞ്ഞാലെന്താ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാ. അതുകൊണ്ട് ഞാൻ എടുത്തു. എങ്ങനെ ഒപ്പിച്ചളിയാ? ഡാഡി ലോക്കറിലാ കാശ് സൂക്ഷിക്കുന്നത്. താക്കോലാണെങ്കിൽ സദാ നേരവും ഡാഡിയുടെ കയ്യിൽ. അങ്ങേരുറങ്ങിയപ്പോ ഞാൻ ഉറങ്ങിയില്ല. ഓ, നിന്റെ ഒരു കാര്യം. സമ്മതിച്ചു നിന്നെ. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ ഇന്ന് വാങ്ങിത്തരും. ഇന്ന് നമ്മുടെ ദിവസാ. ഡാ, നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയാലോ? പോകാം, എവിടെ വേണമെങ്കിലും പോകാം. ഈ പുത്തൻ നോട്ടുകൾ നമുക്ക് വേണ്ടി എന്തും സാധിച്ചു തരും. Solve the problem. 3 plus 4 the whole square plus 3 minus 4 the whole square. ഇത് a plus b the whole square plus a minus b the whole square രൂപമാണ്. അതായത് 2 into 3 square plus നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബോൾ എടുക്കരുതെന്ന്. പപ്പ, ഞാനത്. നീ മിണ്ടിപ്പോരുത്. അയ്യോ, അടിക്കല്ലേ പപ്പ. Jaren, you stand up. What's wrong with you? താൻ ഏത് ലോകത്താ? എന്താ എത്രമാത്രം ആലോചിക്കാൻ? താൻ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ മൗനമായിട്ട് നിന്നാലോ? തൻ്റെ ഫാദർ പറഞ്ഞിട്ടുള്ളത് നിന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നാ. ജെറിൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ചു നേരം നിൽക്കവിടെ. അരുൺ പറഞ്ഞ ഞാൻ അറിഞ്ഞത്. എന്താടാ, എന്താ പറ്റിയേ? ആ സൂസിയില്ലേ, അവളാ. ആരാ? നമ്മുടെ സൂസന ടീച്ചറോ? അവളെ ആരാ ടീച്ചർ എന്ന് വിളിക്കുന്നത്? ഞാൻ ക്ലാസ്സിലിരുന്ന് സിഗരറ്റ് വലിച്ചതേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ, അപ്പൊ അതാ കാര്യം. നീ തെറ്റിയതിന് ടീച്ചറിനാണോ കുറ്റം? ഒന്ന് പോടാ. അവളെന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. വച്ചിട്ടുണ്ട് അവൾക്ക് ഞാൻ. നീ എന്ത് ചെയ്യാനാ പോകുന്നത്? ആ ശ്യാം സാറിനെ അവളെയും വെച്ച് ചീത്ത എഴുതി ഈ സ്കൂൾ മുഴുവൻ ഒട്ടിക്കും ഞാൻ. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ ചീത്ത എഴുതി വെച്ച നീയാണല്ലേ? പിന്നെ അല്ലാതെ ആര്? നിന്റെ ഒരു ധൈര്യം. ഞാൻ പോന്നടാ. എന്താണ് നോക്കുന്നത്? ഇഷ്ടമായോ? നിനക്ക് പഠിക്കാൻ അച്ഛൻ വാങ്ങി തന്നതാ. കുറെ നാളായി നീ പറയുന്നതല്ലേ, ഇപ്പഴാ നിന്റെ അച്ഛന് മനസ്സ് തോന്നിയത്. എന്താളിയാ പതിവില്ലാത്തൊരു സന്തോഷം? ആദ്യമായി എന്റെ ഒരു ആവശ്യം വീട്ടുകാർ സാധിച്ചു തന്നു. ആവശ്യം? അതെന്തുവാടേ?
ഒരു കമ്പ്യൂട്ടറിനായി കുറച്ച് നാളായിട്ട് ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുമായിരുന്നു. ഇപ്പോഴാണ് അച്ഛന് മനസ്സ് വന്നത്. പഠിക്കാനോ? നെറ്റുണ്ടോ അളിയാ? അതെ അളിയാ. നീ രക്ഷപ്പെട്ട അളിയാ. നിന്റെ സമയം കൊള്ളാം. എന്റെ സിസ്റ്റർ അച്ഛൻ റൂമിൽ നിന്ന് മാറ്റി നെറ്റും കട്ട് ചെയ്തു. അതെന്താടാ? എന്തു പറയാൻ, രാത്രി മുഴുവൻ ഞാൻ അതിന്റെ ഫ്രണ്ടിലായിരിക്കും. അത്രയ്ക്കല്ലേ ഇളയാ അതിനകത്ത് കിടക്കുന്നത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ പറയടാ, ഡാഡി എന്തിനാ നെറ്റ് കെട്ടിയത്? അതിൽ മാത്രമല്ല എന്താ ഉള്ളത്? ഓ, മര്യാദരാമന്റെ ഉത്സാഹം കണ്ടില്ലേ? എടാ, പഠിക്കാൻ വേണ്ടിയാണോ നമ്മളെപ്പോലുള്ളവർ നെറ്റ് യൂസ് ചെയ്യുന്നത്? നീ ഒന്ന് തെളിച്ചു പറ. അളിയ, മറ്റതാ സംഗതി. ഓ, നിന്റെ ഒരു കാര്യം. ഞാൻ കുറെ സൈറ്റ് പറഞ്ഞുതരാം. നീ വീട്ടിൽ പോയിട്ടൊന്ന് തപ്പി നോക്ക്. അപ്പോ മനസ്സിലാവും നമ്മൾ കണ്ടതല്ല ലോകമെന്ന്. അളിയ, മറ്റതാ സംഗതി. ഞാൻ സൈറ്റ് പറഞ്ഞുതരാം. നീ വീട്ടിൽ പോയിട്ടേ നെറ്റിലൊന്ന് തപ്പ്. ഇന്ന് എക്സാം തുടങ്ങിയല്ലേ? അതെ. നല്ലതുപോലെ പഠിച്ചല്ലോ. കമ്പ്യൂട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവന് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്നാ നീ പറഞ്ഞത്. ആ കുറവ് ഞാൻ നിർത്തി. തോറ്റെന്നറിയാൻ 4 ആളുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. ഇതിൽ പരം നാണക്കേടുണ്ടോ? ആ, നിന്റെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവനെ ഇങ്ങോട്ട് കേറ്റത്തില്ല. അത് രണ്ടാൾക്കും ഓർമ്മ വേണം. അവൻ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. നീ എന്താടി പറയുന്നത്? അവൻ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. രാത്രി നീ അവനൊന്ന് ശ്രദ്ധിച്ചേരെ. അവൻ എക്സാം ഈസി ആയിരുന്നാൽ മതിയായിരുന്നു. നീ നോക്കിക്കോ, അവൻ നല്ല മാർക്ക് വാങ്ങും. ഇരിക്കി. അളിയാ, മുഖം കണ്ടിട്ട് ഇന്നലെ ഉറങ്ങിയ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ സൈറ്റുകളിലെല്ലാം കയറി ഒറ്റയടിക്ക് അങ്ങ് വിഴുങ്ങിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് നീ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ചെറുക്കൻ്റെ ഒരു നാണം. എടാ, നമ്മളൊക്കെ വളർന്നില്ലേ? കുട്ടിത്തരമൊക്കെ കളെ എന്നെ പോലെ. എന്തോ എനിക്കൊരു പേടി. എന്തിന്? ഇത് കാണുന്നതിനോ? എന്തുവാടേ പറയുന്നത്? അച്ഛനറിഞ്ഞ പിന്നെ എന്നെ വച്ചേക്കത്തില്ല. അവരറിയാതെ സൂക്ഷിക്കേണ്ടത് നീയാ. ഞാൻ ക്ലാസ്സിൽ പോകുന്നു, നീ വാ. 2 അക്ഷരം എടുത്ത് നോക്കാം. ഞാനിപ്പോ വരുന്നില്ല. കൊള്ളാം, വന്ന് പരീക്ഷയും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ? നന്നായി മകനെ, നന്നായി. നീ പോയി പഠിക്ക. ആര്? ഞാനാ? ഒന്ന് പോടേ. അവിടെയാണെങ്കിൽ രശ്മി എങ്ങനെ കണ്ടോണ്ടിരിക്കുക. എന്തൊരു ഗ്ലാമറാണ് അവള്. ആരും നോക്കിയിരുന്നു പോകും. ഞാൻ പോകുന്നു. എന്തു പറ്റിയാളിയാ? എക്സാം കഴിഞ്ഞ് വന്നത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. എന്തോ എനിക്ക് പേടിയാവുന്നടാ. എനിക്ക് പരീക്ഷ നേരെ എഴുതാൻ കഴിഞ്ഞില്ലടാ. എനിക്ക് ഉറപ്പാ ഞാൻ തോക്കും. ഇതിനാണോ ഇത്രയും വിഷമം? അതങ്ങ് വിട്ടുകളയാളിയാ. വെറുമൊരു പരീക്ഷയല്ലേ. ഇതിനൊക്കെ ഇങ്ങനെ വിഷമിച്ചാൽ? അതല്ല,
തോറ്റാ പിന്നെ വീട്ടിൽ കയറേണ്ടെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. നീ ഇങ്ങനെ വടിയാകാതെ. ഇല്ല, എനിക്ക് ഉറപ്പാ അവരെന്നെ പുറത്താക്കും. തോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. പിന്നെ നീ എവിടെ പോവും? എവിടെയെങ്കിലും. അതിന് പറ്റിയില്ലെങ്കിൽ അങ്ങ് അവസാനിപ്പിക്കും എൻ്റെ ജീവിതം. ഈ നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറാതെ നീ. നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് സന്തോഷം തരുന്ന ഏത് പ്രവൃത്തിയാണോ അതിൽ നമ്മൾ ഏർപ്പെടണം. അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഒരുപാട് മാറണം നീ. എന്താടാ നിന്റെ കയ്യിലൊരു പാട്? ഇന്നലെ പപ്പ എന്നെ തല്ലിയടാ. ഓ, അതാണോ കാര്യം? എന്തിനാടാ തല്ലിയത്? പന്ത് കളിച്ചതിനാ. ഒന്ന് പോടെ. വല്ല പെമ്പിള്ളരെയും പ്രണയിച്ച് അവളുമായി ചുറ്റിക്കറങ്ങേണ്ട സമയത്ത് അവൻ്റെ ഒരു പന്ത് കളി. നിനക്കറിയില്ല എൻ്റെ അവസ്ഥ. കൂട്ടിലകപ്പെട്ട കിളിയെ പോലെയാ ഞാൻ. സമയത്തിന് ആഹാരം മാത്രം, ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഒന്ന് കളിക്കണമെങ്കിൽ, ഒന്ന് TV കാണണമെങ്കിൽ പട്ടിയെപ്പോലെ കേട അപേക്ഷിക്കണം. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നശിച്ചുപോയി എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ജീവിതം. സ്നേഹം നിഷേധിക്കപ്പെട്ടതിന്റെ ദുഃഖം നിനക്കറിയില്ല. വീട്ടിലെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ സ്വപ്നങ്ങൾ. കേട്ടിട്ടില്ലേ, സ്വപ്നങ്ങൾ വിതച്ചു കൊയ്യുവാനുള്ളതാണെന്ന്? നീ ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കേണ്ടത് അവരല്ല, നീയാ. ഞാൻ എന്ത് ചെയ്യാനാ? അവരുടെ ശാസനകൾക്കും നിബന്ധനകൾക്കും മുമ്പിൽ ബലിയാടാവുകയാണ് ഞാൻ. എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിലൂടെ അവർക്ക് എന്താ കിട്ടുക? ഞാനെന്താ അവരുടെ മകനല്ലേ? നിന്നെപ്പോലെ തന്നെയാ പല കുട്ടികളുടെയും ജീവിതം. ഇങ്ങനെയുള്ള മാതാപിതാക്കളാ നമ്മുടെയൊക്കെ നാശത്തിന് കാരണമാകുക. പണമുണ്ടാക്കാനുള്ള ആർത്തിയിൽ മക്കളെ മറന്നുപോകുന്നവർ. കരയും ഒരു നാൾ അവരൊക്കെ മക്കളെ ഓർത്ത്. അവരുടെ മനസ്സ് കല്ല, അത് അലിയത്തില്ല. നിന്നെ ഓർത്ത് അവരൊരു നാൾ കരയും. എന്തുവാടെ അളിയാ, ഒന്ന് ഉഷാറാക്. നിന്റെ വിഷമം ഞാൻ ഇപ്പോ മാറ്റിത്തരാം. ദേ ഇവൻ ടെൻഷൻ കൊല്ലി. ഇവനുണ്ടെങ്കിൽ എന്തിന് ടെൻഷൻ? ഇതാ ഇവനോ നകത്താക്കളിയാ. ഉമർ ഖയ്യാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു കുപ്പി മദ്യവും ഉണ്ടെങ്കിലേ ഇത് കുടിച്ചാ വിഷമം മാറി ധൈര്യം കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? ഞാനിത് ഇന്ന് തുടങ്ങിയതല്ല അളിയാ, നാളുകൾ കുറേയായി. എൻ്റെ അനുഭവം വെച്ച് പറയാം. മദ്യം അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെ. സുഖങ്ങൾ നമ്മൾ കണ്ടെത്തണം. അത് മദ്യമായാലും ഏതായാലും. ആ, സന്തോഷത്തോടെ പിടി. തറയെ പോവല്ലേ. എന്താ അളിയാ, ഞാൻ കുടിച്ചത് കണ്ടില്ലേ? ഒറ്റ വലിക്കകത്താക്കണം. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ, പിന്നെ ശരിയായിക്കൊള്ളും. ധൈര്യമായി കഴിക്ക്. ഇതൊന്ന് നക്ക്. എനിക്കൊരു ഭയം. ഭയമോ? എന്തിന്? നിനക്ക് നിന്റെ വിഷമം മാറണ്ടേ? കുറച്ചു നേരമെങ്കിലും നിന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടും. അല്ലയാ, ഇപ്പൊ വരാം. ആ പെണ്ണൊന്നും മിണ്ടുന്നില്ലയാ. Ah!